ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പിൻ്റെ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറുപയറിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് കരിഞ്ഞു പോവരുത്, അതൊന്ന് ജസ്റ്റ് കളറ് മാറി വന്നാൽ മതി. അപ്പോൾ അങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇവിടെ ചെറുപയർ പരിപ്പ് മുഴുവനായിട്ടും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണം. വറുത്തതിന് ശേഷമാണ് കഴുകിയെടുക്കുന്നത്. ഇനി നമുക്കതൊരു കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പ് മുഴുവനായിട്ടും പിന്നെ അതിലേക്ക് 2 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തിരി ഉപ്പും കൂടെ ആ ടൈമിൽ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്കൊരു 5-6 വിസിലൊക്കെ അടിക്കുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. നല്ല വേവ് ഉള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ആ സമയം നമുക്ക് കുറച്ച് തേങ്ങ ചിരകി അതൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ തേങ്ങ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ തേങ്ങ എത്ര എടുത്തതൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1-ാം പാല് 2-ാം പാല് അങ്ങനെ മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് ഇവിടെ 5 വിസിലായിട്ടുണ്ട്. അപ്പോൾ 5-6 വിസിലിൽ നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് 1 വിസിലടിച്ചതിന് ശേഷം അതൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് അങ്ങനെ വേവിച്ചെടുക്കാം. അതല്ല എങ്കിൽ 4-5 വിസിലാവുന്നത് വരെ അങ്ങനെയും വേവിക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പ് ഇവിടെ വേവിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആവി പോകുന്നത് വരെ അത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം. അതിന് 1 കപ്പ് ചെറുകിയ ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട് ശർക്കര. അപ്പോൾ നമ്മൾ ശർക്കര അങ്ങനെ അച്ചായിട്ട് ഇട്ടാൽ ഉരുകി കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും കേട്ടോ. ഇങ്ങനെ ചെറുകി എടുത്താൽ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനിയെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം മധുരത്തിനനുസരിച്ചിട്ടാണ് ഞാനിവിടെ ഒരു 4 അച്ച് ശർക്കരയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറുമ്പുള്ള ശർക്കരയാണെങ്കിൽ നമ്മൾ അരിച്ചിട്ട് വേണം അതിലേക്ക് ചേർക്കാൻ. ഇനി നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കുക്കറിൽ നമ്മുടെ പായസം റെഡിയാക്കി എടുക്കാൻ കഴിയില്ല, അതിൽ കൊള്ളൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2-ാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പുണ്ട് 2-ാം പാല്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ലാസ്റ്റായിട്ടാണ് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കേണ്ടത്. കണ്ടില്ല, ഇതിലേക്ക് ആ ടൈം 1-ാം പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഇത്തിരി അരിപ്പൊടി കലക്കിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ സ്കിപ്പായി പോയതാണ് കേട്ടോ. അതൊന്ന് നല്ല കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കാഷ്നട്ടും അതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കളറ് മാറി മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നതിന് ശേഷം നമുക്കിതിനെ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ പായസം റെഡിയാക്കുന്നതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറുപയർ പരിപ്പ് ഉണ്ടാകുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ ഈ ഒരു പായസത്തിലേക്ക് നമ്മൾ ആ ഒരു മൂപ്പിച്ചെടുത്ത കാഷ്നട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പായസം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു, എല്ലാവരും കുടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ അല്ലെങ്കിൽ നമുക്കിതിൽ പാലൊക്കെ കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ കുറേ പേരുണ്ടായതുകൊണ്ട് കുറച്ചധികം പാല് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറുപയർ പരിപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇങ്ങനെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെടുത്ത് കാണാം. പിന്നെ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല, നമ്മുടെ ചാനലിൽ കുറേ ക്രാഫ്റ്റിംഗ് വീഡിയോസ് അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ സെയിൽസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കിലൂടെയും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റിലൂടെയൊക്കെ നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താനായിട്ട് സഹായിക്കും. അപ്പം മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ.